ഹലോ, നമുക്കൊരു അടിപൊളി ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. ഓക്കെ, നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം കേട്ടോ. നമ്മൾ പരിപ്പ് കുറച്ച് നേരം കുതിർക്കാൻ ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. വേഗം വേവായി കിട്ടാൻ ഇത് ഭയങ്കര ഉപകാരമാണ്. അപ്പം നമ്മൾ കുക്കറിലേക്ക് ഇട്ടു, ഒരു തക്കാളി അരിഞ്ഞതിട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക് കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ പരിപ്പൊക്കെ വേവായിട്ടുണ്ട്. ഇനി അതേ ഫ്രൈ പാനിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാറും കൂടിയാട്ടോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നും വരുന്നില്ല. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് നേരിട്ട് നമ്മുടെ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വാളംപുളി നമ്മുടെ പിഴിഞ്ഞ് വെള്ളം എടുത്ത് വെച്ചേക്കണം കേട്ടോ. നമ്മുടെ സാമ്പാറിലേക്ക് എന്തായാലും പുളിവെള്ളം ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിള വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടാൽ മാത്രം മതി. ഒന്ന് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് കടുകൊക്കെ പൊട്ടിച്ച് വറവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കേ.